ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു പയർ പീയണിക്ക ഉടച്ചു കറി ആയാലോ. പീയണിക്ക മത്തങ്ങ എന്നാണ് പറയുന്നത് പൊതുവേ. ഉടച്ചു കറി എരിശ്ശേരി എന്നും പറയും. അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളി ഒരു പയർ മത്തങ്ങ ഉടച്ചു കറി റെഡിയാക്കി എടുക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ആദ്യം കുക്കർ എടുത്തു. കുക്കറിലോട്ട് ഒരു കപ്പ് പയർ, ചെറിയ പയറാണ്, ചെറുപയർ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇതൊരു 3-4 വെള്ളം കഴുകി എടുക്കാം. ഇനി നമ്മുടെ മത്തങ്ങ കട്ട് ചെയ്ത് അതും കഴുകി വൃത്തിയാക്കി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്കൊരു 2 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം എപ്പോഴും ഇതിൻ്റെ മുകളിൽ നിൽക്കത്തക്ക രീതിയിൽ വേണം എടുക്കാനായിട്ട്. കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. പീയണിക്ക ഉടച്ചു കറിക്ക് വെള്ളം കുറച്ച് കൂടുതലായിട്ടിരുന്നാലും കുഴപ്പമില്ല. ഇനി ഇതിലോട്ട് നമുക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് ആവശ്യത്തിനനുസരിച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ചിട്ട് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഒരു 4-5 വിസിലൊക്കെ അടിക്കട്ടെ, നല്ലതായിട്ട് ഉടഞ്ഞു വരട്ടെ. അപ്പോഴേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങ എടുത്തു. അതിലോട്ട് നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 2 അല്ലി വെളുത്തുള്ളിയും 1/4 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ അളവിൽ ജീരകവും ചേർത്തു. ഇനി ഇതിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കാം. നമ്മുടെ പയർ പീയണിക്ക വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് സ്പൂൺ വെച്ച് കൂടെ ഉടച്ചു കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുക്കണം. ഇവിടെ ഞാൻ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഞാനിവിടെ മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. മൺചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതേ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കി വെള്ളവും കൂടെ ഇതിലോട്ട് ഒഴിച്ച് കൊടുത്ത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് തിളപ്പിക്കാം. നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇത് മൂടി വയ്ക്കേണ്ട കാര്യമില്ല. തിളച്ച് തൂവി കളയാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് മൂടി വെച്ച് കുക്ക് ചെയ്യേണ്ട. നമ്മുടെ ഉടച്ചു കറി ഏതാണ്ട് കുറുകി വന്നിട്ടുണ്ട്. ഒരുപാട് തിക്കായിട്ട് കുറുക്കണ്ട. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മാത്രം കുറുക്കിയാൽ മതി, ഇല്ലെങ്കിൽ കട്ടിയായി പോവും. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് എണ്ണ ഒഴിച്ച് കടുക് വറുക്കാം. ഇവിടെ ഞാൻ കടുകിട്ട് പൊട്ടിച്ചു. ഇനി ഇതിലോട്ട് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുത്തു. നമ്മുടെ കയ്യിൽ വറ്റൽമുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ വറ്റൽമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ. അല്ലെങ്കിൽ മുളക് പൊടി ചേർത്താലും മതി. ഞാനിവിടെ അത് ചെയ്യുന്നില്ല. എൻ്റെ കയ്യിൽ വറ്റൽമുളക് ഇല്ല, ഇതാണ് സത്യം. മുളക് പൊടി ഞാൻ ആഡ് ചെയ്തില്ല. ഇനി ഇതിൽ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇത് നമുക്ക് നമ്മുടെ കറിയിലോട്ട് താളിക്കാം. നമ്മൾ അടിപൊളി ഉടച്ചു കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ഓഫ് ആക്കാനായിട്ട് കറി. ഈ ഒരു ഇതിലിരിക്കണം, ഇല്ലെങ്കിൽ തണുത്തുറഞ്ഞു പോവും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.